ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ കസ്തൂരി രംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് ആ വിവരങ്ങൾ പുറത്തു വന്നത്. അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. നിലവിൽ ബംഗളൂരുവിൽ വെച്ചാണ് മരണം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയാണ് ഇപ്പോൾ ഈ മരണവിവരം സ്ഥിരീകരിച്ച് ആദ്യം ഒരു വിവരം നൽകിയത്. ശേഷം പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഒപ്പം തന്നെ ഈ ശാസ്ത്രരംഗത്തുള്ളവരൊക്കെയും വലിയ നടുക്കവും വിഷമവും ഒക്കെ രേഖപ്പെടുത്തി അവരുടെ കുറിപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ISROയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു സംഭാവന ഒരു ഘട്ടത്തിലും മറക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ഒരു ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളൊക്കെയും തീർക്കുമ്പോൾ അദ്ദേഹമായിരുന്നു ISROയുടെ അമരത്തുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ സംഭാവനകൾ നൽകി ബഹിരാകാശ കമ്മീഷൻ ചെയർമാനായും ബഹിരാകാശ വകുപ്പിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറിയുമായും ഒക്കെ അദ്ദേഹം വളരെ കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ISROയിൽ സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻസാറ്റ് 2 അടക്കം ഇന്ത്യയുടെ റിമോട്ട് സെൻസറിംഗ് ഉപഗ്രഹങ്ങൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ എന്നിവയുടെ വികസനത്തിനൊക്കെ മേൽനോട്ടം വഹിച്ചിരുന്ന, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി പോന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ISRO ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ ഈ ഇന്ത്യയുടെ ആദ്യത്തെ 2 പരീക്ഷാത്മക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1, 2 എന്നിവയുടെ ഒക്കെ പ്രൊജക്ട് ഡയറക്ടറായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത്, ഈ ബഹിരാകാശ രംഗത്ത് ഇന്ന് ISRO എവിടെ എത്തി നിൽക്കുന്നോ അതൊരു 10-20 വർഷം മുൻപ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിട്ട് 22 വർഷമായി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ ആദ്യം മുതൽ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളുടെയും അമരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഈ PSLV, GSLV എന്നൊക്കെ നമ്മൾ ഓരോ വിക്ഷേപണങ്ങളുടെ സമയത്തും ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് നമ്മളുടെ ഈ ലോഞ്ച് വെഹിക്കിളുകൾ, ഈ പേടകങ്ങളെ വഹിക്കുന്ന ഈ വെഹിക്കിളുകളൊക്കെയും വിജയകരമായി വിക്ഷേപണം നടത്തുന്നതിനും അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നതിനുമൊക്കെ അദ്ദേഹം നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ GSLV 3 കുറിച്ചുള്ള പഠനങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് പൂർത്തിയായിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പല നമ്മളുടെ ശാസ്ത്ര മേഖലയിലെ ഈ പറയുന്ന എല്ലാ നേട്ടങ്ങൾക്കും മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു പ്രധാനി തന്നെയായിരുന്നു അദ്ദേഹം. എന്തായാലും ചന്ദ്രയാൻ 1ന്റെ ഒക്കെയും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പിന്നിലുണ്ടായിരുന്നു. രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അടക്കം നൽകി ആദരിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അദ്ദേഹം ഡോക്ടർ കെ കസ്തൂരി രംഗൻ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം അദ്ദേഹം ബഹിരാകാശ ഗവേഷണ മേഖലയിൽ അതിന് നെടുനായകത്വം വഹിച്ച് രാജ്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ നിർണായക വളർച്ചയിൽ, ബഹിരാകാശ ഗവേഷണ രംഗത്തെ നിർണായക വളർച്ചയിൽ ISROയുടെ മുന്നേറ്റത്തിലൊക്കെ അതിന് ചുക്കാൻ പിടിച്ച ഒരു ഡയറക്ടർ കൂടിയായിരുന്നു, ചെയർമാൻ കൂടിയായിരുന്നു ഡോക്ടർ കെ കസ്തൂരി രംഗൻ. അദ്ദേഹത്തിൻ്റെ അന്ത്യം 84-ാം വയസ്സിലാണ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.